ഇന്ന് ഞങ്ങൾക്കേ മല്ലി മുളകൊക്കെ ഉണക്കുകയാണ് കേട്ടോ. നല്ല വെയിലല്ലേ, എപ്പോട്ടാലും പൊടി പൊടിയായിട്ട് കിട്ടും. എന്നാലും വാങ്ങിയതാണിത്. അപ്പോൾ ഇപ്പം ഇനി ഉണക്കി വെച്ചാൽ നമുക്ക് വിഷുവിനൊക്കെ ഒരു കാര്യമല്ലേ. നല്ല എരിവുള്ള മുളകാണ് കേട്ടോ. കൊറിയർ കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. 2 ഉള്ളൂ. എന്നാലും ഒന്നാണെങ്കിലും അപ്പോൾ കിട്ടണത് അന്നു കൊണ്ടുപോകും. 2 മണി വരെ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 2 മണിക്കുള്ളിൽ വരുന്ന ഓർഡർ കൊടുക്കും. വണ്ടൂർ പോകണം, 8-10 കിലോമീറ്റർ ഉണ്ട്. എന്നാലും നമുക്ക് കിട്ടുന്നത് പോയി കൊണ്ടു കൊടുത്താൽ വേഗം എത്തി കിട്ടുമല്ലോ. 3 ദിവസത്തിനുള്ളിൽ വീട്ടിലെത്തും കേട്ടോ. അപ്പം ഞങ്ങൾ മല്ലിയൊക്കെ ഇപ്പം എങ്ങനെയാണ് കുറച്ചായിട്ട് കാണിക്കൽ. നാളെ കൊടുന്നേന്നു. ഇപ്പം എന്താ പറയുക, ഇങ്ങനെ കുറേ കൊണ്ടുവന്നാണ് ഒപ്പട് പൊടിച്ച് വെച്ചാൽ നുളിച്ച്. ആദ്യമൊക്കെ മല്ലി മുളക് ഉണക്കിയാൽ നമ്മളത് ഉണക്കാൻ നല്ല സ്ഥലത്തിന് വേണ്ടിയിട്ട് മലപ്പുറം മടക്കണീൻ്റെ വാർപ്പിൻ്റെ മുകളിൽ കൊണ്ടിടും. ഓല അവിടെ ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി ഉണക്കും. അങ്ങനെയാണ് കാട്ടിയത്. ഇപ്പം പിന്നെ നമ്മൾ വാർപ്പിൻ്റെ മുകളിലേക്ക് തന്നെ കയറി പോകാൻ കുറച്ച് പ്രയാസമുണ്ട്. മുത്തുമണീൻ്റെ വാർപ്പിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് ഞങ്ങൾ പിന്നെ അനീൻ്റെ അവിടെ ഭയങ്കര ഇടങ്ങേറായിരുന്നു. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റി പിടിച്ച് കൊണ്ടുപോകും. ഗോതമ്പ് എടുക്കണം. അതന്നെ, എന്ന് ഗോതമ്പ് കിട്ടിയാൽ അതിനായിട്ട് മെനക്കെട്ട് നടക്കുന്നു. അപ്പം പിന്നെ നമുക്ക് അതിനൊക്കെ സുഖമായി. അപ്പോൾ അവിടെ കയറി പോകാൻ കുറച്ച് പ്രയാസമാണ്, കുഞ്ഞൊക്കെ പോകണം. അപ്പോൾ ശരിയാക്കണം പറയുന്നുണ്ട്. വാതിൽ വെച്ച് നമുക്ക് നേരിട്ട് പോവാട്ടോ. അപ്പോൾ കുറച്ച് ഗതികേടുണ്ട്. മുകളിലുണ്ടാവും, നോക്കട്ടെ. ഇപ്പോഴും കൊണ്ടിട്ടപ്പം ഞാൻ വൈകുന്നേരത്ത് പോയി നോക്കിയാൽ അപ്പോഴേക്കും നല്ലോണം ഉണങ്ങി പൊടിഞ്ഞ് കിട്ടും. കൊണ്ടുപോയി ഉണക്കട്ടോ. സന്തോഷം പറയാം, കുറച്ചുകൂടി മാവേലി പോയി കൊണ്ടുവന്നിട്ട് ഒരുമിച്ച് ഉണക്കണമെന്ന്. പക്ഷേ മുളക് നാളെ തന്നെ വാങ്ങിയത് നമ്മളെ തൊട്ട് ഇവിടെ തന്നെ പൊടിമില്ലുണ്ട്. ഒരെണ്ണ മുളക് ഉണക്കി പൊടിച്ച ഫ്രഷ് പൊടി നമുക്ക് കിട്ടും. മല്ലി മുളകൊക്കെ അങ്ങനെ തന്നെ. പക്ഷെ ഇതിനിപ്പോൾ എന്തായാലും നമ്മൾ വാങ്ങിയില്ലേ, ഇതിങ്ങനെ മില്ലിൽ കൊണ്ടുപോയി കൊടുത്താൽ മതി. നമ്മൾ ഉണക്കിയതിൻ്റെ ശേഷം ഉണക്കിയിട്ട് ഒന്ന് ചട്ടിയിൽ ചൂടാക്കിയാൽ നല്ലതാണ്. അപ്പോൾ കുറച്ച് നല്ലതായി പൊടിഞ്ഞ് എടുക്കാമല്ലോ. നമുക്ക് പിന്നെ പൊടി ചൂടാക്കേണ്ട ആവശ്യമൊന്നും വരില്ല. അപ്പോൾ അങ്ങനെ കാട്ടുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ഉണക്കി കൊണ്ടുവരാം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ ചോറും കറിയൊക്കെ ആക്കാൻ. അരിക്ക് വെള്ളം വെച്ചിട്ടുള്ളൂ. ആ സിന്തേച്ചിക്കാണ് ഇതിനൊക്കെ ഉഷാറ്. മാവേലിക്ക് പോവാനും കൊണ്ടുവരാനും ഞങ്ങൾക്ക് പൊടിച്ച് ഉണക്കിയ എല്ലാം ചോദിക്കാനൊക്കെ ഇതൊക്കെ അറിയണം. കഴുകി ഉണക്കി അത് വേഗം കൊണ്ടുവന്ന് കഴുകി ഉണക്കി അതൊക്കെ ഒന്നാമത്തെ ആളുകൾക്കാണ്. ഇത് പൊടിക്കാൻ കൊടുക്കാൻ ആര് പൊടിക്കാൻ. അപ്പം അതൊക്കെ നമ്മൾ മുകളിൽ കൊണ്ടുപോയി ഉണക്കിയിട്ട് വരാം. കൊണ്ടുപോകും. മല്ലീനെ ഒരു ബെഞ്ചുണ്ട്. ആദ്യമൊക്കെ നമ്മൾ പഴയ വീട്ടിൽ ഉമ്മർത്തിട്ടേന്ന ബെഞ്ചായിരുന്നു കേട്ടോ അത്. ഈ ബെഞ്ച് ഇതിന് മുകളിൽ വെച്ചിട്ട് അതുകൊണ്ട് ഇപ്പോൾ ഉണക്കാനൊക്കെ ഇതിൻ്റെ മുകളിൽ കൊണ്ടിട്ടാലേ ഒരു ചാക്കോ തുണി എന്തെങ്കിലുമൊക്കെ വെച്ചാൽ നമുക്കിതിന് ഉണക്കാം. കുറച്ച് വേറെതിലും പരത്താൻ കട്ടില്ലാതെ പരത്താലേ. നോക്കട്ടെ. അപ്പം ഞാൻ അതിൽ മുളക് ഇടാനാണ് കേട്ടോ അത് നിലത്ത് തുണി വിരിച്ച് ആക്കിയത്. നമ്മളെ കൂട്ടാൻ വെച്ചാൽ നോക്കണ്ട. അരി അടുപ്പത്തിട്ടു. റേഷൻ കടത്തെ അരിയാണ്. മീൻ കഴുകി പാകാക്കുമ്പോഴേക്കിന് ഒറ്റ അടിക്ക് ചോറ് പോകും. ഇടയ്ക്ക് നോക്കണം കേട്ടോ. നമ്മൾ അടുപ്പത്ത് തന്നെയാണ് ചോറ് വെച്ചത്. കത്തി കിട്ടാൻ നല്ല പ്രയാസമാണ്. കത്തി കിട്ടിയാലോ നല്ല ചൂടാണ്. പിന്നെ കത്തിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. പ്രത്യേകിച്ച് റേഷൻ അരി ആകുമ്പോൾ ആ ചൂടത്ത് കിടന്ന് തന്നെ വന്നിട്ട് സെറ്റാവും. ഇടയ്ക്കൊന്ന് പോയി നോക്കിയില്ലെങ്കിൽ പണിയാവും. ഞങ്ങൾക്കിന്ന് ഈ വലിയ മീനില്ലേ അതിൻ്റെ തലയാണ് കേട്ടോ കൊണ്ടുവന്നത്. കേദർ മീൻ പറയില്ലേ ഞങ്ങൾ ഫേദർ തന്നെ കേട്ടോ മീനിനെ പറയൽ. അപ്പോൾ കുറേ ആൾ കമൻറ്റ് ചെയ്തിരുന്നു ഫേദറല്ല കേദറാണ് പറയുക പറഞ്ഞിട്ട്. പ്രഭ ചേച്ചി പറഞ്ഞു കുറേ കളിയൊക്കെ തന്നെ ഫേദറല്ല കേദറാണെന്ന്. അപ്പോൾ അങ്ങനെ പക്ഷെ ഞാൻ കേദർ അറിയാൻ പഠിച്ചു. അപ്പോൾ കേദറായി. അപ്പോൾ ഏതായാലും ആ മീനിൻ്റെ തലയാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഇത് നമുക്ക്
വറ്റിക്കണം. ആ ഇക്ക ബണ്ണട്ടാ നമ്മളെ മുടിയിലിടുന്ന ഇതിപ്പോ നമ്മളെന്താ വെച്ചാല് ഡ്രസ്സിന്റെ കൂടെ കൊടുക്കാൻ വേണ്ടിട്ട് മേടിച്ചാണ്. ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കണ്ടേ? പക്ഷെ ഇതിപ്പോ ഇത് നല്ലതാട്ടോ കൊടുക്കുന്നത്. നല്ലതാണ് നമുക്ക് അറിയില്ലല്ലേ പറ്റി പോടുന്നത്. കണ്ടപ്പോ നമ്മളൊന്ന് മേടിച്ചാണ് സ്റ്റാൻഡ്. നമ്മളിപ്പോ ഈ വേറെ സാധനം ഗിഫ്റ്റിന്റെ കൂടെ നമ്മൾ ഈ പാർസലിന്റെ കൂടെ ഇടാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. ഓർഡർ ചെയ്തിട്ടുണ്ട്, കിട്ടിയിട്ടില്ല. അപ്പൊ ഇപ്പൊ നമ്മൾ ഈ ഒരെണ്ണം വെച്ച് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വെണ്ണ നല്ല ഭംഗിയാണ്. ഇപ്പൊ എല്ലാവരും ഇങ്ങനത്തെ അല്ലേ ഉപയോഗിക്കുക. അത് കരുതിയിട്ടാണ് സന്തോഷം. സന്തോഷം. ഇത് ഫ്ലിപ്കാർട്ടിൽ കിട്ടും. നമുക്ക് വേണമെങ്കിൽ കൂടുതലൊക്കെ കിട്ടും. ഞാൻ വേണമെങ്കിൽ ടാഗ് ചെയ്യുന്നുണ്ട്. ഇതിങ്ങനെ ഒരു പാക്ക് വാങ്ങിയതാണ്. അപ്പൊ ഞങ്ങൾ ഡ്രസ്സ് ഇത് ഞങ്ങൾ ഇവിടുന്ന് വാങ്ങിയ ഇത് നമ്മൾ ഡ്രസ്സ് കൊടുക്കുമ്പോ ആ ഡ്രസ്സിക്ക് മാച്ച് ആക്കിയിട്ട് ഒരെണ്ണം ഇതിന് വെച്ച് കൊടുക്കും. വെച്ച് കൊടുക്ക ഒരെണ്ണം കണക്കാക്കിയൊന്നുമല്ല. നമ്മള് താങ്ക് യു കാർഡ് അടിക്കാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ഇപ്പോൾ ഡ്രസ്സിന്റെ ഓൺലൈൻ ഇതിന്റെ പേര് സ്റ്റൈലോ ഓൺലൈനാണ്. സ്റ്റൈലോ ഓൺലൈൻ ക്ലോത്തിങ്. നമ്മൾ സ്റ്റിച്ചിങ് ഒക്കെ തുടങ്ങിയിട്ട് ഞാൻ തുടങ്ങണം എന്നുണ്ട്. അതിനുള്ള ചെറിയ പരിപാടി ഇങ്ങനെ തുടങ്ങി വിജയിക്കട്ടെ. എന്നിട്ട് ഇപ്പോൾ ഓർഡർ ഇല്ല. കാരണം നമുക്ക് ഇപ്പം ഇന്നലെ ഒരു ഓർഡർ പോലും കിട്ടിയില്ല. ഇന്നാകെ 2 കിട്ടി. പിന്നെ കിട്ടാത്ത ദിവസങ്ങൾ ഒരുപാടുണ്ട്. സ്റ്റിച്ച് ചെയ്യാനൊക്കെ അറിയാം എനിക്കിട്ടോ. പക്ഷെ അതിനായിട്ട് ഇരിക്കാൻ സമയമില്ലാത്ത. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ മറ്റേ ചാനലിൽ പറയുന്നത്. ഇതിലിപ്പോ പറയണ്ട. ഇതിലിപ്പോ നമ്മളിത് കാണിച്ചെന്നാലും സ്ക്രാബും വയ്ക്കുകയും ചെയ്യാട്ടോ. അപ്പം മാറ്റി മാറ്റി ഇങ്ങനെ കൊടുക്കാൻ വിചാരിച്ചിട്ടാണ്. പുറത്തുകൊണ്ടേ കഴുകട്ടെ കേട്ടോ. അത് നല്ലോണം ചോറുണ്ട് മീനിന്റെ. പുറത്തുകൊണ്ടേ കഴുകി കൊണ്ടിട്ട് നമ്മള് പിന്നുള്ളത് അതാട്ടോ. മീൻതല മാത്രല്ല കേട്ടോ. അപ്പൂസേ നമ്മളെ ജിമ്മ എങ്ങനെ ഉണ്ട് ഇന്നത്തെ? ഇനി കുറവ് എന്താ ജിമ്മിനൊക്കെ പോയിട്ട്? ജിമ്മിനൊക്കെ പോയിട്ട് എന്താ കുറവ്? ജിമ്മിന് പോയിട്ട് ഓനെന്താ കുറവ്? നമുക്ക് ഇതൊക്കെ പൂള വേണം. പൂള വേണതൊക്കെ മുളകൂടെ വീണടാ ഉണക്കാൻ കൊണ്ടുപോയി. എന്തിന്റെ പൊട്ട് മീൻ്റെ? ആ ഇതിന് കൊടുക്കാനോ? ഇതിനൊക്കെ തലല്ലേ എന്താ ഇത് നല്ല രസമാണ് കേട്ടോ. അത് നമ്മള് പറ്റിക്കല്ലേ? വറക്കണക്ക് കുറെ എണ്ണ വേണം. ഈ തല കൊണ്ട് ഇതിന് അധികം ഇറച്ചില്ലല്ലോ. അതുകൊണ്ടേ നല്ലോണം എണ്ണ ഒഴിച്ചാൽ കാണൂല. അപ്പം പുളി ഇട്ടിട്ട് നല്ലോണം അങ്ങോട്ട് വറ്റിച്ച് വെച്ചാൽ ആ വറ്റിച്ചതും കൂട്ടി മതി ചോറിനാന്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇത് പ്രശ്നമായി മാറിട്ടോ. കയ്യെ ഗുരുതരാവസ്ഥ. വർക്കിന് പോകാൻ പറ്റാത്ത കണ്ടീഷനാണ്. ഇപ്പോൾ സിമെന്റ് പണിക്കാണ് കഴിയില്ല. അതുകൊണ്ടാണ് നമ്മളെ ഡ്രസ്സിന്റെ പരിപാടി നമുക്ക് വിജയിപ്പിക്കണം എന്നുണ്ട്. അപ്പൊ അത് എല്ലാരും സപ്പോർട്ട് ചെയ്യാ. നിങ്ങൾ വിളിച്ചോളി നമ്മളെ നമ്പർക്ക്. ഏത് ഡ്രസ്സും ഉണ്ട്. 80 89 16 95 66. നിങ്ങൾക്ക് കുർത്തിയാണെങ്കിൽ കുർത്തി ഉണ്ട്. എന്ത് ലേഡീസ് ഐറ്റംസ് വേണിച്ചിട്ടും തരാം. നിങ്ങൾ ഓർഡർ പറഞ്ഞാൽ എന്ത് നമ്മൾ കൊണ്ടുവരും. 3 പീസൊക്കെ വന്നിട്ട് ഇപ്പോൾ ഞാനിടുന്ന മോഡല് 3 പീസ് വന്നിട്ടുണ്ട് കേട്ടോ. സെറ്റ് അതേപോലെ തന്നെ കുറേ വേണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അത് ആരാ ചോദിച്ചതെന്നൊരു ഐഡിയ ഇല്ല. എന്നാൾ വിളിച്ചതെന്ന് നമ്പർ സേവ് ആക്കിയില്ല. ഈ ഫോണ് നിറച്ച് നമ്മളെ യൂട്യൂബേഴ്സ് കുടുംബമാണ് ഉള്ള നമ്പർ. യൂട്യൂബ് ഫാമിലി എന്ന് തന്നെ പറയാം. എല്ലാവരും നമ്പറും സേവാണ് കേട്ടോ. ഒരുപാട് ആൾക്കാരത്. കാരണം നമ്മളെ വിശേഷം അറിയാനും വിളിക്കുന്നുണ്ട്, ഡ്രസ്സിൻ്റെ ചോദിക്കാനും വിളിക്കുന്നുണ്ട്. അങ്ങനെ ഉള്ള കുറേ ആൾക്കാരെ നമ്പറാണ് ഇതിലുള്ളത്. അപ്പൊ ആരാപ്പത് നമ്മുടെ വിശേഷം ഇപ്പൊ ഈ പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ ആ ആള് ആ ചേച്ചി ഒന്നിക്ക് മെസ്സേജ് അയക്കൊണ്ടു. തൃശ്ശൂരുള്ളതാണെന്ന് മാത്രം അറിയാം. കോഴിക്കോട് എന്താ ബീച്ചിന്റെ പേര് അറിയാം? ചാവക്കാട. ചാവക്കാടല്ലേ? ചാലിയം. പിന്നെ അതല്ല നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഡ്രസ്സിന്റെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൽ ഒരിക്കലും ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളോട് പറയാം. നമ്മള് ആഡാക്കാം. നമ്മളോട് ഇങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട്. നമ്മളെ കയ്യിൽ നിന്ന് ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും കംപ്ലൈന്റ് കാര്യം നമ്മൾ റിട്ടേൺ അടിക്കും. നിങ്ങൾക്ക് പൈസ മടക്കി തരും, അല്ലെങ്കിൽ വേറെ സാധനം തരും. അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പറയുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും പറയും. ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് വർത്തനത്തിനിടയിൽ കൂടെ എപ്പോഴും കുട്ടി കരയണം. അനിയൻ്റെ കുട്ടീനെ കൊടുന്നാക്കിയിട്ടുണ്ട് പാലാടിക്ക് കരയ. അപ്പം അങ്ങനെ എന്താ ഇടയ്ക്കിടയ്ക്ക് അത് പറയുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ഒരു കംപ്ലൈൻറ്റും വരരുതേ എന്നാണ് ആഗ്രഹം. നിലനിന്ന് പോവാനുള്ളൊരു സംരംഭമാണ്. അത് കാരണം
കുഴപ്പം വരരുതെന്നല്ലേ ആഗ്രഹിക്കണേ. അത് കാരണമാണ് ചോദിക്കുന്നത്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റിട്ടേൺ അടിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രസ്സ് നിങ്ങൾക്ക് അതിന് മാറ്റിയെടുക്കുക, എന്തെങ്കിലും ചെയ്യാം. എന്നാലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. കരയുണ്ടല്ലേ? ഇങ്ങോട്ട് പോരെ. സാധനം പഠിച്ചാൽ മതി അമ്മ, അത് വറക്കാൻ. ഇത് വറക്കണ സാധനം ടീച്ചർ? അത് ഓർത്തില്ല. മീൻ മസാല ഈ ചട്ടി മൺചട്ടി ഇത് വേണമെങ്കിൽ മട്ടാക്കിയ വേണമെങ്കിൽ ആൾക്കാർക്ക് ആവശ്യക്കാർക്ക് വാങ്ങാനോ വാങ്ങാലോ. മുറ നമുക്ക് ഓർഡർ ആയിട്ടുണ്ട്, ചേച്ചിനെ കണ്ടിട്ടാണ് പറയാം. അതെ, പിന്നെ ആ ചേച്ചിനെ കണ്ടില്ലല്ലോ അമ്മ. ചേച്ചിനെ കാണുമ്പോൾ ഓർമ്മിക്കണേ. നമ്മളെ മുറ ഉണ്ടാക്കുന്ന ചേച്ചി ഉണ്ടല്ലോ, അതിൻ്റെ എന്തെങ്കിലും മുറ വേണം നമുക്ക് കേട്ടോ. അപ്പോൾ നമ്മളെ സ്വന്തം ചേച്ചിക്ക് മുറ വേണം പറഞ്ഞിട്ടുണ്ട്, അത് കൊടുക്കണം. നമ്മൾ മീനിൻ്റെ തല വറ്റിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാട്ടട. ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ഇട്ടില്ല. ചാടും. എത്ര കൊല്ല ഇതില്ലേ? എത്ര കൊല്ലായി ചാടിയ കൊല്ലത്തെ കണക്കൊന്നും ഉണ്ടാവില്ല. ഈ പണി എടുക്കാൻ തുടങ്ങിയിട്ട് ഇത് ഞാൻ വാർക്കൽ തന്നെയാണ്. ഇപ്പോൾ കുറച്ച് കാലമാവും നമ്മളെ പഴയ പേരയിൽ അങ്ങനെ എനിക്ക് വാർക്കണ ഇഷ്ടം. ഞാൻ വറുക്കാൻ മടിക്കണം എന്താണെന്ന് വെച്ചാൽ ഈ റേഷൻ കടത്തെ അരിയിൽ ഇങ്ങനെ കല്ലുണ്ടാവും, നമുക്ക് കാണാൻ കഴിയില്ല. വെളുത്ത ചോറിൻ്റെ പോലെ ഇരിക്കുക വെള്ളക്കല്ലാണ്. പക്ഷെ നമ്മൾ ഞാൻ അങ്ങനെ അരി ഇടുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ചോറിൻ്റെ ഒക്കെ രസം ഉണ്ടാവില്ല. പിന്നെ കേട് വരില്ല പെട്ടെന്ന് ഇങ്ങനെ കുത്തി വെച്ചാല്. അതാണ് അതിനെ കൊണ്ടുള്ളൊരു ഉപകാരം കേട്ടോ. പക്ഷെ ആ കല്ല് കടിക്കുമ്പോൾ നമുക്ക് എന്തോ ഇതാണ്. അത് വെച്ചിട്ട് ഞാൻ വാർക്കാൻ മടിക്കും. അതാണ് എന്റെ സംഭവം. അവനെ അടിയെടുക്കാലോ. അപ്പോ കൊതമ്പുളി ഇട്ട് വെച്ച അല്ല, വാളംപുളി ഇട്ട് വെച്ച കേട്ടോ. പരീക്ഷ 2 എണ്ണം വെയിറ്റ് കൂടാനാട്ടോ പോണത്. അതെ, കുറയ്ക്കാനാ ഇവിടെ മെനക്കിടുന്നത്. തീരെ വെയിറ്റ് ഇല്ല, ശരീരത്തിനനുസരിച്ചുള്ള വെയിറ്റ് ഇല്ല. ഓൻ ആദ്യം കുട്ടിയാകുമ്പോഴേ അങ്ങനെയാണ്. ഓന് ശരീരത്തിനുള്ള വെയിറ്റ് ഇല്ല. പ്രസവിച്ചപ്പോൾ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു, 3.5 കിലോ ഉണ്ടായിരുന്നു, 3.80 അങ്ങനെ 3.80 അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ ഓന് ഇല്ല. ചെറിയ പ്രായത്തിലെ ഫോട്ടോ ഒക്കെ കണ്ടാണ്ടല്ലോ അത്ഭുതപ്പെടും. ഉരുണ്ടിട്ടേന്ന് ഓന് വയറ് നഞ്ഞൊക്കെ ഒന്നായിട്ട്. അതിപ്പോൾ കാണിച്ചു കൊടുത്താൽ അവൻ പറയുമോ ഞാനൊന്നല്ല അറിയും, കേൾക്കാൻ ഇഷ്ടമല്ല. പക്ഷെ പിന്നെ ഇങ്ങനെ തടിയില്ല, നീളല്ല, അങ്ങനെ ആയി. അത് കാരണം 1 വയസ്സ് ഇറക്കിയാണ് അവനെ സ്കൂളിൽ ചേർത്തത്. അതോടെ നമ്മൾ ബാലവാടിക്കുള്ളതാക്കി. ഇപ്പോൾ ഒരു വെയിറ്റ് ഇല്ല. അത് കാരണം ഇപ്പോൾ വെയിറ്റ് കൂടണം, വണ്ണം കൂടണം, നല്ലോണം കഴിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു ദോശ കഴിച്ചിട്ട് സ്കൂളിലേക്ക് പോയത്. ഇപ്പം ആ 1 ദോശയാണത് 2 ദോശയ്ക്കൊക്കെ കടന്നു. അതാണ് ഒരു മാറ്റം. അപ്പം നമ്മൾ മീൻ ചട്ടി അടുപ്പത്തേക്ക് വെക്കാൻ പോകണം കേട്ടോ. ഒന്നും കാട്ടില്ല, വെറും ഇങ്ങനെ മസാല തേച്ച് പച്ചമുളകും കറിവേപ്പിലിട്ട് ഇങ്ങനെ തന്നെ അടുപ്പത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇടാതെ എന്തതിൻ്റെ ശേഷം വെളിച്ചെണ്ണ ഇങ്ങനെ തുണിക്കാന്ന് വിചാരിച്ചു. തലയല്ലേ, കറിയാണ്. അടുപ്പത്തേക്കെന്താ അതല്ലേ അമ്മ പറഞ്ഞു നമ്മൾ അടുപ്പത്ത് മീൻ ഇറച്ചൊന്നും വെച്ചില്ലാന്ന്. പക്ഷെ എന്നാള് മന്തി വെച്ചു. മന്തി ഉണ്ടാക്കിയ പിന്നെ വലിയ ചട്ടിയല്ലേ വെക്കണത്, അപ്പോൾ അടുപ്പത്തേക്ക് വെച്ചു. അപ്പം പിന്നെ ഇനിയിപ്പം മീൻ വെക്കാതെ വിചാരിച്ചു. കുറേ ആളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് വലിയ ചെമ്പ് വെക്കണ്ടേ, ഇറച്ചിയാണെങ്കിലും. അപ്പം അങ്ങനെ ഒന്ന് വെച്ചത്. ഇത് വെച്ച് വാങ്ങിച്ചാലോ വെള്ളം. ഒരു വെള്ളരിക്ക കറി, കോവയ്ക്ക്. നമ്മളെ കോവയ്ക്ക പറിച്ചതാണ് ഇന്നലെ. പക്ഷെ ഇനി ഇതിൻ്റെ ഇരട്ടി പറിക്കാനുണ്ട്. അപ്പൂസിനെ കാത്തിരിക്കണം, അപ്പൂസ് പറിക്കണത്. കോണി എന്തെങ്കിലും വെച്ച് കയറണം അതുപോലെ. പക്ഷെ കരണ്ട് പണി ഉണ്ട് കേട്ടോ, അതാണ് പേടിക്കാനുള്ളത്. ഇന്നലെ കമന്റിൽ കണ്ടു കേട്ടോ. അത് ഇരുമ്പിന്റെ കത്തിയോ അതൊന്നും ആയിട്ട് കയറരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കിട്ടില്ല. അമ്മ ഫോൺ വിളിക്കുക. വിളമ്പി വെച്ചിട്ട് ചോറ് പക്ഷെ വരുന്നില്ല. അപ്പൊ ഞാനും അപ്പൂസും ഇല്ല. പിന്നെ സന്തോഷന്റെ ചോറിന് ആദ്യം കഴിഞ്ഞു കേട്ടോ. ഇന്ന് 3 ആള് 3 തിരക്കിലിരുന്നതാ ചോറിനത്. അപ്പൂസിന് പിന്നെ എന്തായാലും ആ മൂലക്കലോ ഇരിക്കുള്ളൂ.
ചൂടായിട്ട് ഞങ്ങളൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെ ഒക്കെ ഇരുന്നത് നേരം. എന്നാലും ഞാൻ അമ്മ മുറ്റത്ത് ഒതുക്കുമ്പോൾ പോയിരുന്നത് ചോറിന് 9 മണിയാകുമ്പോൾ ചൂട് സഹിക്കാൻ പറ്റില്ലേ. നല്ല രസമുണ്ട് കേട്ടോ മീനിന്റെ തലയാണിത്. പിന്നെ അപ്പൂസിന്റെ കോവയ്ക്കൊക്കെ ഇട്ടതാണ്. അതിൽ കുറെ കോവയ്ക്ക, അതാണ് കേട്ടോ ഉപ്പേരി. ഒരു മീനൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഉപ്പേരിയൊക്കെ ഇങ്ങനെ എൻ്റെ പ്ലേറ്റിക്ക് ഇങ്ങനെ ഇട്ടേരും. നാരങ്ങാച്ചാറും ഉണ്ട്. ഇതാണ് നമ്മളെ പാറുവിനെ റൂമിലിട്ട് അടച്ചത്. അല്ലെങ്കിൽ ഇപ്പം മണം പിടിച്ചിട്ട് ഇങ്ങനെ വരും അടുത്തേക്ക്. ഓക്ക് ആദ്യം കൊടുത്തിട്ടുണ്ട് അവിടെ പേസ്റ്റും പിന്നെ ഇന്ന് മുട്ട കൊടുത്തത്. മീൻ കൊടുക്കുമ്പോഴേക്കിന് പിന്നെ അത്ര നേരം കരഞ്ഞ് നിൽക്കേണ്ട ചേച്ചി മുട്ട കൊടുത്തു. പിന്നെ ഇന്ന് അത് കൊടുക്കാൻ പാടില്ല മീനൊന്നും. അങ്ങനെയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷം എങ്ങനെയാണ് കേട്ടോ. 4 മണിക്കൊന്നും കാക്കുന്നില്ല, രാവിലെ വന്നതാണ്. അമ്മേൻ്റെ ഭർത്താവൊന്നും കഴിഞ്ഞിട്ടില്ല, ആങ്ങളെയോടാണ് കുറേ നേരം പറയാനുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വിശേഷത്തിലുള്ള നാളെ കാണാൻ. എല്ലാവർക്കും ബൈ.